എന്തായാലും കൂട്ടാൻ വെച്ചിങ്ങനെ എല്ലാത്തിലും ഇട്ടിട്ട് നമുക്ക് മടുക്കും. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഇറച്ചി വെക്കണ പോലെ ഒന്ന് വെച്ച് നോക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അതൊക്കെ നമ്മളിങ്ങനെ ആ തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിലത്തെ മാത്രം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെള്ളമൊഴിച്ച് വേവിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഒരു പകുതി വേവാകുമ്പോൾ മാറ്റി വെച്ചിട്ട് വെള്ളം ഊറ്റിക്കളയുക. രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം. അപ്പോൾ അത് ഏകദേശം പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സാധാരണ നമ്മൾ ചിക്കനൊക്കെ വയ്ക്കണ പോലെ സവാള അരിഞ്ഞെടുത്ത് ഇങ്ങനെ അറിയണം കേട്ടോ. സവാള കനം കുറച്ച് ഒരു 2 സവാള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടല്ലോ മറ്റേ മുരിങ്ങക്കായുടെ അത്. എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കണേ. പിന്നെ ഒരു 2 മുളകും എല്ലാം കൂടി പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും സവാള അരിഞ്ഞത് ചേർക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ് ഇട്ടത്. എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി രണ്ട് പച്ചമുളകും കൂടി ഞാൻ നീളത്തിലരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഒരു തണ്ട് കരിവേപ്പില എല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് വീണ്ടും ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടി ഇളക്കി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങാക്കോലിൻ്റെ ഉള്ളിലത്തെ മാംസളമായ ഭാഗം അതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം